സൂപ്പർ സൺഡേയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് തോൽവി. പെർത്തിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലും സംഘവും ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടപ്പോൾ വനിതാ ഏകദിന ലോകകപ്പിൽ ഹർമൻപ്രീത് കൗറും സംഘവും ഇംഗ്ലണ്ടിനോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്. പെർത്തിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ മഴ മൂലം 26 ഓവർ ചുരുക്കിയ മത്സരത്തിൽ മഴ നിയമപ്രകാരം 7 വിക്കറ്റിനായിരുന്നു ഓസ്ട്രേലിയ വിജയിച്ചത്. പെർത്തിൽ ഇത് ഓസ്ട്രേലിയയുടെ ആദ്യ ഏകദിന മത്സര വിജയം കൂടിയാണത്. അതേസമയം ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശുഭ്മാൻ ഗില്ലിന് ആദ്യ ഏകദിനത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ഇന്നിംഗ്സിൽ 4 തവണ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചയാണ് നേരിടേണ്ടി വന്നത്. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി 0-നും രോഹിത് ശർമ്മ 8 റൺസിനും മടങ്ങിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് 10 റൺസും ശ്രേയസ് അയ്യർക്ക് 11 റൺസുമാണ് നേടാൻ കഴിഞ്ഞത്. കെ.എൽ. രാഹുൽ അക്സർ പട്ടേൽ സഖ്യത്തിന് മാത്രമാണ് ഓസീസ് ബൗളിംഗിന് മുമ്പിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കെ.എൽ. രാഹുൽ 38 റൺസും അക്സർ പട്ടേൽ 31 റൺസുമാണ് നേടിയത്. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ വനിതകൾക്ക് തുടർച്ചയായ 3ാം തോൽവി. ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ 4 റൺസിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. 88 റൺസ് നേടിയ സ്മൃതി മന്ദാനയും 70 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറുമാണ് ഇന്ത്യൻ ബാറ്റ് നിരയിൽ തിളങ്ങിയത്. ഈയൊരു മത്സര തോൽവിയോടുകൂടി തന്നെ ഇന്ത്യയുടെ സെമി പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.